ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് ഡിസംബർ 30, 2024 ഡിസംബർ 30. ഇനി ഏകദേശം ഒരു ദിവസം കൂടി അവശേഷിക്കുന്നു ഈ വർഷം കടന്നു പോകാനായിട്ട്. ഈ വർഷം കടന്നു പോകുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവും, ഒരു വഴിത്തിരിവെന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടാവും അല്ലേ? അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ചൊരു വർഷമാണ് 2024. ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ദൈവം തുടച്ചു മാറ്റിയ വർഷമായിരുന്നു 2024. ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു ഈ ഒരു വർഷത്തെ. ദൈവം തന്ന സമ്മാനങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഈ വർഷത്തെ കാണുന്നു. ഈ ഒരു നിമിഷം നിൽക്കുമ്പോൾ ഇത്രയും നാളും ഏകദേശം ഒരു 10-13 വർഷത്തോളം ഞാൻ അനുഭവിച്ച സങ്കടങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കണ്ണീരിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചിലവഴിച്ച സമയങ്ങളെ ഓർക്കുന്നുണ്ട്. എന്നെ കുറ്റപ്പെടുത്തിയ മുഖങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കേട്ട ചീത്ത വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കൊണ്ട അടികളും അപമാനങ്ങളും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ വരെ ആഗ്രഹിച്ച ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തോട് പോലും വെറുപ്പ് തോന്നിയ സമയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി എന്തിന് ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം എന്ന ചോദ്യങ്ങൾ ചോദിച്ച സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചതാ ഈ നിമിഷം, ഈ സമയം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയൊന്നും എന്നെ വീഴ്ത്താതെ, ഇവിടെയൊന്നും എന്നെ അവസാനിപ്പിക്കാതെ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചതിന്, എന്നെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതിന്, എല്ലാം ശരിയാവും, നന്നാവും, എനിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന പോലെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞ് എൻ്റെ വഴി നടത്തിയതിന് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ സുഹൃത്തുക്കളോട്, അവരെ സുഹൃത്തുക്കളെന്നല്ല വിശേഷിപ്പിക്കുക, അതിനപ്പുറം ഒരു വാക്ക് എനിക്കറിയില്ല. ആ ഒരു സ്ഥാനമാണ് അവർക്ക്. കാരണം എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച കരങ്ങളൊക്കെ തട്ടിക്കളഞ്ഞപ്പോൾ, എൻ്റെ കണ്ണീര് ഒരുപാട് പ്രാവശ്യം വീണപ്പോൾ, അതിനൊന്നും ഒരു വിലയും തരാത്ത എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, എൻ്റെ കുടുംബ ബന്ധുക്കളുടെ മുമ്പിൽ, ഇവരുടെയൊക്കെ മുമ്പിൽ വളരെ ശോചനീയ അവസ്ഥയിൽ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ അവസ്ഥ, നിസ്സഹായ അവസ്ഥ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്ന് കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ അവർ തയ്യാറായില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ സഹായിക്കും, അല്ലെങ്കിൽ അവരൊക്കെ ഒന്ന് പിടിച്ചു നിർത്തും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു ഇവരുടെയൊക്കെ അടുത്തേക്ക് ഞാൻ പോയത്. പക്ഷെ ആരും എന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ഒരു ബന്ധു പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നു. എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, പക്ഷെ പൈസയുടെ കാര്യം മാത്രം എന്നോട് സംസാരിക്കേണ്ട എന്നോട് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇന്ന് വളരെ നന്ദിയോടെ ഓർക്കുന്നു. കാരണം ആ ഒരു നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇവരെല്ലാവരും പൈസയ്ക്കാണ് വില കൊടുക്കുന്നത്, കാശിനാണ് വില കൊടുക്കുന്നത്. ഞാനെന്ന വ്യക്തിയെ, എൻ്റെ മനസ്സിനെ, അല്ലെങ്കിൽ ഞാൻ തന്നാൽ തിരിച്ചു കൊടുക്കാത്ത വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാൻ എന്താണ്. അവർക്കെന്നെ അറിയാമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ കിട്ടിയില്ലെന്ന് മാത്രമല്ല, വളരെ മോശം അനുഭവങ്ങൾ എനിക്കുണ്ടാവുകയും ചെയ്തു. ജീവിതത്തിൽ പല സമയത്തും പതറിപ്പോയിട്ടും വീണ്ടും എഴുന്നേൽക്കാൻ എന്നെ തോന്നിപ്പിച്ച ഏക ഘടകം എൻ്റെ 2 കുഞ്ഞുങ്ങൾ മാത്രമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട്? ആ ഒരൊറ്റ ചോദ്യമാണ് എന്നതായി ഇന്ന് ഈ നിമിഷം നിലനിർത്തുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് വീണ്ടും ജീവിക്കണം, എനിക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ കുഞ്ഞുങ്ങൾ എത്രത്തോളം സന്തോഷമായിട്ട് എനിക്ക് ഇരുത്താൻ പറ്റുമോ, അവരെത്രത്തോളം ഹാപ്പിയായിട്ട് അവരുടെ ജീവിതം അവർ ജീവിക്കണം, അതെന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ചെയ്തു കൊടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അത് എനിക്ക് വളരെ നിർബന്ധമാണ്. ദൈവത്തോട് പറയുന്ന എൻ്റെ ആഗ്രഹങ്ങളിലൊന്നാണ്. ഒരിക്കലും ഈ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടാമായിരുന്നതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് എൻ്റെ മക്കൾക്ക് തോന്നാൻ പാടില്ല.
ഈ നിമിഷം വരെ എൻ്റെ മക്കൾ അങ്ങനെ ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കുന്ന ആഹാരം രണ്ടുപേർക്കും ഒരു പാത്രത്തിലിട്ട് രണ്ടുപേരെ അടുത്ത് പിടിച്ചിരുത്തി എൻ്റെ മക്കൾ അമൃത് കഴിക്കുന്ന കണക്കാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ടുള്ളത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്നും എൻ്റെ മക്കളോട് സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളോട് കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ജീവിതത്തിൽ ഉടനീളം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി, എന്നെ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും നാളും എൻ്റെ ഒപ്പം ജീവിച്ചു. ഇനിയുള്ള ജീവിതമെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരമ്മയായിരിക്കണം എനിക്ക്. അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എന്നും കടപ്പെട്ടിരിക്കും. കാരണം ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ദൈവമാണ് എന്നെ പ്രാപ്തിയാക്കിയത്. ഇന്നും ഓർക്കുന്നത്, ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ട്യൂഷൻ എടുക്കുമ്പോൾ എനിക്ക് മാസം 5000 രൂപ തികച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും അതെനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിഠായി മേടിച്ച് കൊടുക്കുമ്പോൾ, എന്തെങ്കിലും അവരുടെ ഫീസ് അടയ്ക്കുമ്പോൾ ഞാൻ കണ്ടെത്തുന്ന ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് വല്ലാത്തൊരു നിർവൃതിയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പറയുമ്പോൾ, മോനെ ഇന്ന് പറ്റത്തില്ല, നാളെ കൊടുക്കാം. എൻ്റെ മോൻ ഈ നിമിഷം വരെ എന്നോട് കമ്പൽ ചെയ്തിട്ടില്ല, നിർബന്ധിച്ച് അമ്മ ഇന്ന് തന്നെ കൊടുക്കണം, അങ്ങനെ ചെയ്യണം പറഞ്ഞിട്ടില്ല. ശരിയമ്മ പിന്നെ കൊടുക്കാം, നാളെ കൊടുക്കാം. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോട് വെച്ചേക്കുന്ന പൈസയായിരിക്കും, അത് തൽക്കാലം മാറ്റി വെച്ചിട്ട് എൻ്റെ മോൻ്റെ കാര്യം ചെയ്തു കൊടുക്കും. അതവനറിയാം, ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്തു പോകുമെന്ന് എൻ്റെ മകന് എന്നിലുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, നല്ല ആഹാരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ടൂറിന്, സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് വിടുമ്പോൾ, കഴിഞ്ഞ വർഷമൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മോനിട്ട് ടൂറിന് വിട്ടു, മോളെ വിടാൻ പറ്റിയില്ല. പക്ഷേ ഈ വർഷം 2 പേരെ എനിക്ക് ടൂറിന് വിടാൻ പറ്റി. 2 പേരും പോയി അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ടീച്ചേഴ്സിൻ്റെ കൂടെ അവർ ആ ദിവസം അവർ ചിലവഴിച്ചു. അതിലൊക്കെ വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഈ 2024 കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി എൻ്റെ അപ്പച്ചൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോയപ്പോൾ, മരണക്കിടക്കയിൽ പോലും എന്നെ കൈവിടാതെ എന്നെ പിടിച്ച് കയറ്റിയ എൻ്റെ അപ്പച്ചനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ജീവിതത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ച്, നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ലേ, നിനക്ക് അപ്പച്ചനുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്നിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും ഞാൻ മറന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്ന് കേൾക്കാൻ കൊതിക്കുന്നു. പക്ഷേ ഇനി അത് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ആത്മാവെന്നുള്ളത് സത്യമാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവും, എന്നെ അറിയുന്നുണ്ടാവും, എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചി സന്തോഷിക്കുന്നുണ്ടാവും. ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും, എൻ്റെ മോളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്ന് എൻ്റെ അപ്പച്ചി ആശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ ആശ്വസിക്കാം. ഈ ഒരു ജീവിതത്തിൽ അതല്ലേ പറ്റത്തുള്ളൂ, വേറെ എന്താ ചെയ്യുക. അങ്ങനെ അപ്പോഴീ 2024 വിടവാകുമ്പോൾ എനിക്കെല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവരൊക്കെയാണ് എന്നെ ഞാനാക്കിയത്. ജീവിതത്തിൽ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള വ്യക്തികൾ, നിനക്ക് ഈ ലോകത്ത് എന്തുണ്ട്, സ്വന്തം എന്ന് പറയാൻ നിനക്ക് ഈ ലോകത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചവർ വരെ ഇന്ന് ഈ ലോകത്തുണ്ട്, എനിക്ക് ചുറ്റിലുമുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് ഇന്ന് പറയാൻ സാധിക്കും, എനിക്കിന്ന് നല്ലൊരു ജോലിയുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് 5 വർഷവും 3 മാസവും എനിക്ക് ഈ നാട്ടിൽ ജോലി ചെയ്യാം. എനിക്കതിന് യാതൊരു നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഇതുമില്ല, എനിക്ക് ജോലി ചെയ്യാം. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ദൈവം എനിക്ക് സമ്മാനിച്ച, എൻ്റെ സങ്കടങ്ങളൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ ദൈവം സമ്മാനിച്ച ഒരു ഗിഫ്റ്റാണത്. 2024 ദൈവം സമ്മാനിച്ചൊരു ഗിഫ്റ്റാണത്. അതാണ് നമുക്ക് ജീവിതത്തിൽ പാളിച്ചകളുണ്ടാകുമ്പോഴും പരാജയങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ വീണു പോകുമ്പോഴും ഒരിക്കലും അവിടെ വീണു പോകരുത്.
എഴുന്നേൽക്കണം, പൂർവാധികം ശക്തിയോടെ ഊർജ്ജവത്തോടെ എഴുന്നേൽക്കണം. കാരണം എന്തിനാണെന്നറിയോ, തൊട്ടടുത്ത് നമുക്കുള്ള സമ്മാനം ഇരിപ്പുണ്ടാവും. നമ്മളത് എഴുന്നേറ്റാൽ മാത്രമേ, എഴുന്നേറ്റ് ഓടാൻ തയ്യാറായാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എനിക്കൊരു കോളുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു, ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിനക്ക് എങ്ങനെ ഇസ്രായേലിൽ പോകാൻ നിനക്ക് സാധിച്ചു? എന്നോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ പോലും എടുക്കാനില്ലാതിരുന്നൊരവസ്ഥയായിരുന്നു നിനക്ക്. ഞാൻ പറഞ്ഞ 10,000 എന്ന് പറഞ്ഞ് കൂട്ടി പറയണ്ട, 1,000 രൂപ പോലും എനിക്ക് സ്വന്തമായിട്ടില്ലാതിരുന്ന സമയമായിരുന്നു അത്. നമുക്ക് വെക്കേഷന് പിള്ളേർക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ച സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. അതിന് എൻ്റെ കയ്യിൽ ട്യൂഷൻ ഫീസ് പോലും കിട്ടത്തില്ല. പക്ഷേ ഉറപ്പുണ്ടായിരുന്നു, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും, മറ്റാര് എന്നെ എന്തൊക്കെ പറഞ്ഞാലും, ദൈവം എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിളി എനിക്ക് ആ മണ്ണിലുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും. ദൈവം എന്നെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും തളർന്നിരുന്നപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞതല്ലാതെ ആരോടും ഞാൻ എൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചിട്ടില്ല. കാരണം ആരും എന്നെ സഹായിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ആരോടും സങ്കടങ്ങൾ പങ്കുവച്ചിട്ടില്ല. ഇതെല്ലാം മറികടന്ന് ഞാൻ ഇസ്രായേലിൽ വന്നപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ ഇസ്രായേൽ ദിനമെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഈ 2024 വളരെ 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 വല്ലാത്തൊരു സ്നേഹമാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. എൻ്റെ ജനന വർഷം, ഞാൻ വിവാഹിതയായ വർഷം, 2 കുഞ്ഞുങ്ങൾ ജനിച്ച വർഷം, അതുപോലെ ഞാൻ ഓർക്കുന്ന വർഷമാണ് 2024. എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല ഈ ഒരു വർഷത്തെ. അത് കണക്ക് നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്കും ഒരു നാളെ ഉണ്ടാവും. നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടുന്നവർക്ക് മാത്രമേ ഒരു വിജയം ഉണ്ടാവൂ. തോറ്റു പരാജയം സമ്മതിക്കുന്നവർക്ക് ഒരിക്കലും ഒരു വിജയം ഉണ്ടാവില്ല, ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ 2024 എനിക്ക് സമ്മാനിച്ച ദൈവത്തോടും, ഇത്രയും പ്രതിസന്ധികളിലൂടെ എന്നെ കടന്നുപോയ എൻ്റെ സാഹചര്യങ്ങളോടും, എന്നെ തള്ളിക്കളഞ്ഞ എൻ്റെ സഹോദരങ്ങളോടും, എന്നെ മാറ്റി നിർത്തിയ ബന്ധുക്കളോടും ഒക്കെ കടപ്പെട്ടുകൊണ്ട് തൽക്കാലം വിട പറയട്ടെ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.